അനീഷ്, ഇപ്പോൾ ഈ കരൂരിലുണ്ടായ സംഭവവികാസങ്ങൾ അത് പൂർണ്ണമായും ഈ പറഞ്ഞ വിജയുടെയും വിജയുടെ പാർട്ടിയുടെയും ടി.വി.കെയുടെയും ഉത്തരവാദിത്തമാണ് എന്നാണോ DMK-ക്ക് പറയാനുള്ളത്? കാരണം DMK-ക്കെതിരെ കേന്ദ്രം ഭരിക്കുന്ന BJP-ക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിജയുടെ പരിപാടി നടന്നത്. പക്ഷേ ആ പരിപാടിക്ക് എല്ലാ ഘട്ടത്തിലും തടസ്സം നിൽക്കുകയായിരുന്നു സർക്കാർ എന്നുള്ള വാദമാണല്ലോ പറഞ്ഞത്. നേരത്തെ തന്നെ ഈ റാലി, ഈ പര്യടനം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ അതിൽ ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നല്ലോ. ഇങ്ങനെയുള്ളവർക്കൊക്കെ പങ്കെടുക്കാം, അതിൽ ഗർഭിണികൾ, കുട്ടികൾ ഒന്നും വരാൻ പാടില്ല, പ്രായമായവർ വരരുത് എന്നതടക്കമുള്ള 32 നിർദ്ദേശങ്ങൾ പോലീസ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് ഞങ്ങളുടെ പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന മനഃപൂർവ്വമാണെന്നും ഈ പറയുന്ന വിജയുടെ രംഗപ്രവേശം തടയാനാണ് എന്നുമുള്ള വാദമാണ് വിജയ് പറഞ്ഞിരുന്നത്. അങ്ങനെ അവർ ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയും ചെയ്തതാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളെ DMK എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇത് തീർച്ചയായിട്ടും ഒരു പാർട്ടിയുടെ അല്ല, നമുക്ക് വിജയ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വജനപക്ഷമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയുടെ ഒരു അനന്തരഫലം മാത്രമാണ് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം ഒരുപാട് രാഷ്ട്രീയ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റാലിൻ മുഖ്യമന്ത്രി അവരുടെ ഒരു പ്രോഗ്രാം ഇതേ സ്ഥലത്ത് നടക്കുന്നുണ്ടായി. അപ്പൊ അവിടെയും ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷേ വിജയ് എന്ന് പറയുന്ന ഒരു ആക്ടർ അത് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് തമിഴർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു നടനെ എങ്ങനെയാണ് അവിടെ സ്വീകരിക്കുന്നതെന്ന്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ഒരു നടൻ വരുമ്പോൾ അവർ പറയുന്നതിനേക്കാൾ അധികമായിട്ടുള്ള ആൾക്കാർ എത്തുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുമാത്രമല്ല, ഇദ്ദേഹത്തിന്റെ സർക്കാർ കൂടി നോക്കേണ്ടതല്ലേ അനീഷ് ശ്രീമംഗലം? ആ യാഥാർത്ഥ്യം സർക്കാർ കൂടി മനസ്സിലാക്കേണ്ടതായിരുന്നില്ലേ? കാരണം 10,000 പേരുടെ ആണ് അനുമതി തേടിയിരുന്നത്. പക്ഷേ 1.5 ലക്ഷം കവിഞ്ഞുവെന്നാണ്. 10,000, അതെ 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 1.5 ലക്ഷം കഴിഞ്ഞു, അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അവിടെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു നല്ലൊരു സംഘടനയാവാം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, എങ്ങനെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കണം. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു പബ്ലിക് പ്രോഗ്രാം വച്ചതിന്റെ അനന്തരഫലം മാത്രമാണ് ഇന്നലെ നമ്മൾ കാണുന്നത്. അത് കൃത്യമായിട്ടും വിജയ് എന്ന് പറയുന്ന നടന്റെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ആ TV-K എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നുമുള്ള തെറ്റുകൾ തന്നെയാണ്. അവിടുത്തെ പോലീസ് സംവിധാനം അവർക്ക് അപേക്ഷ കൊടുത്തതനുസരിച്ചുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 12 മണിക്ക് തുടങ്ങാനിരുന്ന ഒരു പരിപാടി തുടങ്ങിയത് 7:30, ഏകദേശം 7 മണിക്കൂറോളം ഇത്രയും ജനങ്ങൾ അവിടെ വന്ന് കാത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ടായി. ഇതിലൊന്നും ഒരു പ്രതികരണം പോലും ചെയ്യാതെയാണ് ഇന്നലെ നട അവിടെ നിന്ന് പോയത് തന്നെ. ഇതിൽ DMK എടുക്കുന്ന നിലപാട് എന്താണ്? ഇനിയിപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി പര്യടനം നടത്തരുത്, ഇനി പര്യടനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഹർജി ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അത് ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. അതിന് പിന്നിൽ DMK ആണെന്നും കേൾക്കുന്നു. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത് അനീഷ്? അല്ല, DMK-യുടെ നിലപാട് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ നരകത്തേക്ക് കേസെടുത്ത് തുടർ നടപടികൾ ഉണ്ടാവണം. കാരണം തമിഴകത്ത് ജനങ്ങൾ ഇതുവരെ കാണാത്തൊരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. 40 പേരുടെ ജീവിതം, അതിൽ പിഞ്ചു കുട്ടികൾ അടക്കമുള്ളവരുടെ മരണം. അപ്പൊ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മേൽ നടപടികൾ ഗവൺമെന്റും സ്വീകരിക്കണം. അതേപോലെ തന്നെ ഇതേപോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിജയത്തിനോ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുകയും വേണം. ഇതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നാണോ? പോലീസ് ലാത്തി ചാർജ് നടത്തി, അവിടെ പെട്ടെന്ന് കറണ്ട് പോയി, അതൊക്കെ മനഃപൂർവ്വം സംഭവിച്ചതാണ് എന്നുള്ള ആരോപണം ഇപ്പോൾ വിജയുടെ പാർട്ടി പ്രവർത്തകർ പറയുന്നുണ്ട്. ഇല്ല, അതൊക്കെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വെറും പ്രയോഗങ്ങൾ മാത്രമാണ്. കാരണം വ്യക്തമായിട്ട് നമ്മൾ TV-യിൽ എല്ലാവരും കണ്ടതാണ്. കാരണം അവിടെ ജനങ്ങൾക്കിടയിലേക്ക് വിജയ് കുപ്പികൾ കുടിക്കാനുള്ള വെള്ളം
എടുത്ത് എറിയുന്നത് മുതലാണ് അവിടെ ഒരു ജനക്കൂട്ടം, ഒരു ക്രൗഡ് ഫീൽ ആവുന്നത്. അതുവരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് ഇദ്ദേഹം വണ്ടിയിൽ നിന്നും ആൾക്കാർക്ക് കുടിക്കാനായി വെള്ളം എടുത്ത് കൊടുക്കുന്നത് പല വീഡിയോസ് നമുക്ക് അതിന്റെ വിശ്വസ് നമുക്ക് കാണാൻ സാധിക്കും. ആ സമയം മുതലാണ് യഥാർത്ഥം പറഞ്ഞാൽ അവിടെ വിഷയങ്ങൾ തുടങ്ങുന്നത്. ശരി, ഇപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം വിജയ്ക്കാണെങ്കിൽ വിജയുടെ അറസ്റ്റ് എന്തുകൊണ്ടാണ് നീളുന്നത്? ബാക്കി ആ പാർട്ടിയിലെ പ്രധാനപ്പെട്ട 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. വിജയുടെ അറസ്റ്റിലേക്ക് പോകാത്ത എന്തുകൊണ്ടാണ്? വിജയെ അറസ്റ്റ് ചെയ്താൽ അത് വിജയ്ക്കും വിജയുടെ പാർട്ടിക്കും ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണോ DMK-ക്ക്? ഒരിക്കലുമല്ല. അത് കൃത്യമായിട്ടും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായി നിയമം അതുവഴി തന്നെ നടക്കും. അങ്ങനെ ആരെയും ഒഴിച്ചു നിർത്തില്ല. അതിനുള്ള തുടർ നടപടികൾ വരും ദിവസങ്ങൾ, വരും മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ശരി.